നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ ആദ്യ വനിതാ മൊബൈൽ കം ഇന്റർനെറ്റ് റേഡിയോയായ സ്പേസ് ഫോർ റേഡിയോയാണ്. നിങ്ങളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുമായി സ്പേസ് ഫോർ റേഡിയോ ടീം അംഗങ്ങൾ ഇന്ന് സുരഭിയിലെത്തുന്നു. സ്പേസ് ഫോർ റേഡിയോ ചീഫ് ഓഫ് പ്രോഗ്രാം കവിത രാജഗോപാലാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം. എങ്ങനെയാണ് സ്പേസ് ഫോർ റേഡിയോ എന്നൊരു ആശയം ഉണ്ടായത്? അതിന് ഞാൻ ഒരു ചാനലിന്റെ അവതാരികയായിരുന്നു. അപ്പോൾ ഒരുപാട് കാലം അവിടെ പോയി ചെയ്യുക ഒരു ബുദ്ധിമുട്ടായി വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു പുതിയ ചാനലിനെ കുറിച്ച് ആലോചിക്കുകയും അപ്പോൾ അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം ഒരു ഇന്റർനെറ്റ് റേഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തുടക്കമുള്ള രീതിയിൽ അദ്ദേഹം സെബിൻ പി കുര്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്റർനെറ്റിലൂടെ റേഡിയോ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ വീട്ടിലിരുന്ന് തന്നെ പ്രോഗ്രാംസ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം അതിന്റെ സപ്പോർട്ട് എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 2007 ജാനുവരി 1-ാം തീയതിയാണ് ഞങ്ങളിത് 17-ാം തീയതിയാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇപ്പോൾ 3 വർഷമായിരിക്കുന്നു. 3 വർഷം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ മൊബൈലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം ധാരാളം പേര് കോടിക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഞങ്ങളുടെ റേഡിയോ ലിസൺ ചെയ്യുന്നുണ്ട്. ചാനലിൽ അവതാരകയായിരുന്നു. ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടോ? ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സൗണ്ട് ഡെഡിക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല? ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ആർജേസിനാണെങ്കിലും പറഞ്ഞു കൊടുക്കാനും ഒന്നും അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ടീച്ചറിൽ നിന്ന് ആർജയിലേക്ക് വരുമ്പോൾ, ടീച്ചറാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ആർജയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താണ്? ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചർ അത് നമ്മൾ പുസ്തകങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണല്ലോ. എന്നാലും കൂടുതൽ കാര്യങ്ങൾ ആനുകാലിക സംഭവങ്ങളും ഒക്കെ എനിക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെ മറ്റു കുട്ടികൾക്കൊക്കെ കൂടുതൽ സ്കൂളിൽ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആർജേസിന് കൂടുതൽ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് റേഡിയോ ആകുമ്പോൾ അത് നെറ്റുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ കഴിയുള്ളൂ. അങ്ങനെയായിരുന്നു ഞങ്ങൾ 3 വർഷം ചെയ്തിരുന്നത്. ഇന്റർനെറ്റ് റേഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്ക് മാത്രമേ അത് കേൾക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ ഇപ്പോൾ മൊബൈലിൽ കിട്ടി തുടങ്ങിയപ്പോൾ എല്ലാവരും തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ GPS സിസ്റ്റം കയ്യിലുള്ള എല്ലാവർക്കും തന്നെ ഇപ്പം എല്ലാവരും തന്നെ കേൾക്കുന്നുണ്ട്, അറിഞ്ഞു വരുന്നു. പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള ശ്രോതാക്കളാണ് ഏറ്റവും കൂടുതലുള്ള. ഇന്റർനെറ്റിലൂടെ കേൾക്കുന്ന ശ്രോതാക്കൾ ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ഇന്ത്യക്ക് വെളിയിലും പ്രോഗ്രാം ചെയ്യുന്നവരുണ്ടോ? ഇന്ത്യക്ക് വെളിയിലുണ്ട്. USA നിന്ന് ഒരു അമേരിക്കൻ തോട്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കല നായർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലണ്ടിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയ അവിടെ നിന്നൊക്കെ ചെയ്തു വരുന്നുണ്ട് പ്രോഗ്രാംസ്. മറ്റ് FM-കളെ വെച്ച് നോക്കുമ്പോൾ ഇന്റർനെറ്റ് റേഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എത്രമാത്രം ശ്രോതാക്കളുണ്ടെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. എത്രമാത്രം പേര് അത് കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ FM ഒരു പരിധിക്കുള്ളിൽ നിൽക്കത്തേ ഉള്ളൂ. കാര്യം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കില്ല. ഈ ഇന്റർനെറ്റ് വേൾഡിൽ എവിടെ ഇരുന്ന ഒരാൾക്കും കേൾക്കാൻ സാധിക്കും. പിന്നെ മൊബൈലിൽ വന്നപ്പോൾ മൊബൈൽ ഇല്ലാത്ത ആളുകൾ ചുരുക്കമാണല്ലോ. ഒരാളുടെ കയ്യിൽ കുറഞ്ഞത് ഒരു മൊബൈലെങ്കിലും കാണും. ഇപ്പോൾ GPS സിസ്റ്റം ഇനിയുള്ള കാലങ്ങൾ വരും തോറും ഫ്രീ ആക്കാനാണ് സാധ്യത. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നല്ലൊരു സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. കൃത്യമായിട്ട് തന്നെ എത്ര ശ്രോതാക്കളുണ്ട് നിങ്ങൾക്കിപ്പോ? ഇപ്പം മൊബൈൽ ഇറങ്ങിയതിനു ശേഷം ഇപ്പം കോടിക്കണക്കിന് ആളുകൾ ഇന്റർനെറ്റ് റേഡിയോ ആയിരുന്നപ്പോൾ മാത്രം അതല്ല, വെളിയിലേക്ക് ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ് കൂടുതലും, മലയാളികളായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. തുടക്കത്തിൽ എത്ര പേരുണ്ടായിരുന്നു കേൾവിക്കാര്? തുടക്കത്തിൽ തുടങ്ങുന്ന സമയത്ത് 100, ചിലപ്പം വളരെ കുറവായിരിക്കും 50, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അറിഞ്ഞു കഴിഞ്ഞ ശേഷം ഇപ്പം നല്ല രീതിയിൽ ചെയ്യുന്നു. കേരളത്തിൽ എത്ര RJs ഉണ്ട് നിങ്ങൾക്ക്? കേരളത്തിൽ 32 RJs ആണ് ഇപ്പോൾ ഉള്ളത്. കേരളം സ്റ്റുഡിയോ തിരുവനന്തപുരം, എറണാകുളം, കോട്ടയം, പിന്നെ കോഴിക്കോട് ഇപ്പൊ തുടങ്ങാൻ പോകുന്നു. ഈ RJസിനൊക്കെ സെലക്ട് ചെയ്തത് എങ്ങനെയാണ്? ഓഡീഷൻ ഉണ്ട്. അവരെ വിളിച്ച് നമ്മുടെ പഴയ RJs തന്നെയാണ് ആദ്യം അവരെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അവരെ ഇന്റർവ്യൂ ചെയ്ത് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യും. പല ഗ്രൂപ്പിലുള്ളവരുണ്ടല്ലേ? ഉണ്ട്. 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള RJs ഉണ്ട്. മറ്റ് FM-ൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്തയുണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെയല്ല, പക്ഷെ അവരിലും ഈ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രധാനമായിട്ടും അങ്ങനെ ലക്ഷ്യമിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ട എന്ത് സഹായവും ഞങ്ങൾ സ്പേസ് ഫോർ റേഡിയോ ചെയ്തു കൊടുക്കുന്നുണ്ട്. 75 വയസ്സുള്ള കാപ്റ്റാനിയാണ് നമ്മളുടെ
ഏറ്റവും പ്രായം കൂടിയ RJ. അപ്പൊ അമ്മ ചെയ്യുന്നത് അവിടുത്തെ പഴയ കാലത്തെ കൂട്ടുകുടുംബത്തിന്റെ സവിശേഷതകള് എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറയുമായിട്ട് കമ്പയർ ചെയ്തുള്ള നല്ല രീതിയിലുള്ള ഒരു സംഭാഷണമാണ് അവര് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമിനും ആപ്റ്റായിട്ടുള്ള RJസിനാണ് തെരഞ്ഞെടുക്കുന്നത്. കൊച്ചുകുട്ടികളുടെ റേഡിയോ 123 എന്ന് പറഞ്ഞ പ്രോഗ്രാം നല്ല പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം, ആദ്യമായി വേൾഡിൽ തന്നെ ആദ്യത്തെ ഇന്റർനെറ്റ് റേഡിയോ ആണ്. വേൾഡിലെ ഫസ്റ്റ് ഇന്റർനെറ്റ് മൊബൈൽ റേഡിയോ, ലേഡീസ് ഓൺലി മൊബൈൽ റേഡിയോ. RJs എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഭയങ്കരമായിട്ട് കലപില സംസാരിക്കുന്ന കുറച്ച് കുട്ടികൾ അത്രമാത്രം. അതിലുപരി ഇവിടെ RJസിന് പല കാര്യങ്ങളെ കുറിച്ചും അറിവുണ്ട്. ഇപ്പോഴത്തെ RJs പറയുന്നത്, ഇവിടുത്തെ വരുന്ന RJs അന്ന് വന്ന കാലത്ത് ഒന്നും ഇല്ലവാ. ഇപ്പൊ സംസാരിക്കാൻ മാത്രം വരും. ഇപ്പൊ അവർ കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ഇപ്പൊ കൂടുതൽ അവർക്ക് വിവരം ഉണ്ടെന്നാണ് അവരിപ്പോ പറയുന്നത്. അപ്പൊ എവിടെ വെച്ചെന്നാലും ഒന്നുമല്ലേ, കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഒന്നുകൂടെ ചിന്തിക്കാനും